വരുന്ന ജനപ്രതിനിധികൾക്ക് വയനാടിന്റെ സ്വന്തം നാടായ പാലക്കുളത്ത് ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്വീകരണം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ സ്വീകരണ പരിപാടിയിലേക്ക് വന്നിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ശ്രീ ജോസ് പെരുമ്പടിക്കുന്ന് പ്രസിഡന്റ് ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിനെ ക്ഷണിക്കുന്നു. നമുക്ക് ഇന്ന് ഇവിടെ ജനപ്രതിനിധികളായി എത്തിയിരിക്കുന്ന ബഹുമാന്യരായ നമ്മളിൽ ഒരാളായ നമ്മളെന്നും ജനപ്രതിനിധികൾക്ക് നമ്മുടെ സ്നേഹവും മുന്നോട്ട് പോകുന്ന അവരായി ഇന്ന് എത്തിയിരിക്കുന്നത് ശ്രീ ഉണ്ണാ തോമസ്, പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീ ടോണി തണ്ടമാക്കൽ, വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ഞളൂർ, ശ്രീമതി ജോസി ജോണി, മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മൂവാറ്റുപുഴ, ശ്രീ സുധാകരൻ PS, വാർഡ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് മഞ്ഞളൂർ, ശ്രീ കൊട്ടുപ്പള്ളി, മെമ്പർ ഗ്രാമപഞ്ചായത്ത് മഞ്ഞളൂർ എന്നീ ജനപ്രതിനിധികളാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ പരിപാടി സമയബന്ധിതമായി തീർക്കേണ്ടതുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഈ യോഗം ആരംഭിക്കാം. ശ്രീ MD തോമസ്, സെക്രട്ടറി ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ പ്രസിഡന്റ് ശ്രീ ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ശ്രീ ജോസ് പെരുമ്പള്ളിക്കുന്ന്, ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്കൂളിന്റെ ആരാധ്യനായ പ്രിൻസിപ്പൽ അച്ഛൻ റവറൻഡ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലിൽ, നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഉന്നത നിലയിൽ നല്ല മാർജിനോടുകൂടി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, ഡോക്ടർ എത്തിയിട്ടില്ല, എത്തും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ, ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി ജോസ്, പ്രസിഡന്റ് ടോമി തന്നട്ടാമാക്കൽ, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പർ ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ മെമ്പറും മഞ്ഞളൂർ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ ജോസ് മാത്യു കൊട്ടിപ്പള്ളി, ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രഷറർ ജോസ് വർഗീസ്, വ്യക്തിത്വങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ട്രാവൻകൂറിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മെമ്പർമാരെ, ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ, കായിക താരങ്ങളെ, മറ്റ് നാട്ടുകാരെ, നമുക്കറിയാം ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം 2014 ബഹുമാനപ്പെട്ട നമ്മുടെ കാർമൽ സ്കൂളിന്റെ മാനേജ്മെന്റ്, അവിടുത്തെ നമ്മുടെ അച്ഛന്മാരും പോലെ ഇപ്പോൾ ഏറ്റവും നന്നായി നമ്മുടെ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിജൻ പോൾ, റവറൻഡ് ഫാദർ സിജൻ പോൾ ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ്
ഈ കായിക താരങ്ങളെ ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലയിൽ നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. ഈ അവസരത്തിലാണ് നമ്മുടെ ടാവൂർ സ്പോർട്സ് സെന്റർ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കാനായിട്ട് ടാവൂർ സ്പോർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ജോസിയേട്ടന്റെ ആ അർപ്പണ മനോഭാവം, അതായത് ഇപ്പൊ സ്പോർട്സിന് കഴിഞ്ഞ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർമൽ സ്കൂളിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ തരം സ്പോർട്സിന് വേണ്ടിയിട്ടും ടാവൂർ സ്പോർട്സ് സെന്റർ വളരെയേറെ പറഞ്ഞു കഴിഞ്ഞാല് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വിവിധ സ്കൂളുകൾ നമ്മൾ ആവശ്യപ്പെടുന്ന കായിക ഉപകരണങ്ങൾ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു മടിയും കൂടാതെ ടാവൂർ സ്പോർട്സ് സെന്ററിന്റെ മെമ്പർമാരും പ്രത്യേകിച്ച് ജോസിയേട്ടന്റെ നേതൃത്വം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു. കായിക രംഗത്താണെങ്കിലും സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത കായിക താരങ്ങൾ എത്തിയെന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. കഴിഞ്ഞ ഈ ഇവിടെ വന്നിരിക്കുന്നവരിൽ കഴിഞ്ഞ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഇന്ത്യയിലെ അല്ല ഗൾഫ് കൺട്രിയിലെ ഏറ്റവും സ്പീഡ് കൂടിയ ഓട്ടക്കാരൻ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ MA കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യനാഥ് വന്നിട്ട് പുറത്തേക്ക് പോയോ? ആദ്യനാഥിനൊന്ന് വിളിക്കാം. ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരൻ കാർമൽ സ്കൂളിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രോത്സാഹനം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനാണ്. കാരണം അച്ഛൻ ഈ സ്കൂളില് ഏകദേശം 10-40ഓളം കുട്ടികൾക്ക് ഒരു നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളും അതുപോലെ സ്പോർട്സിൽ നല്ല അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഒരു ഫീസ് പോലും നൽകാതെ ആ കുട്ടികൾക്ക് ഹോസ്റ്റൽ എല്ലാ സൗജന്യങ്ങളും കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ മാക്സിമം സ്പോർട്സിൽ പ്രൊമോട്ട് ചെയ്ത് അവരുടെ അക്കാഡമിക് ലെവലിലും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും അതിന്റെ വിസ്മരിച്ചുകൂടാ. അച്ഛൻ ഒരു മാനേജ്മെന്റ് കേരളത്തിൽ ചെയ്യില്ല, ഇന്ത്യയിലും ചെയ്യില്ലാത്തൊരു കാര്യമാണ് അച്ഛനെ ചെയ്യുന്നത്. കാരണം സ്പോർട്സിനെ അത്രമാത്രം സ്നേഹിക്കുന്നുകൊണ്ട് അച്ഛൻ ചെയ്യുന്നതാണ്. അപ്പോ കഴിഞ്ഞ വർഷത്തെ ഇപ്പൊ MA കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഇന്ത്യയിൽ ആയതാണ് MB ആണെന്നത് എറണാകുളത്ത് എന്റെ ഒരു ട്രെയിൻ കാരണം 2ാം ക്ലാസ് ചെയ്യാൻ എടുത്തൊരു അത്ലറ്റാണ്. ഈ അത്ലറ്റ് അച്ഛൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇവിടെ വന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പീഡുള്ള ഓട്ടക്കാരനായി 10:80 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിയെത്തിയ ആളാണ് അദ്ദേഹം. ഈ സ്കൂളിന്റെ എല്ലാ സൗകര്യങ്ങളും ടാവൂർ സ്പോർട്സ് സെന്ററിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നിലയിൽ എത്തിക്കാനായിട്ട് ഏറ്റവും നന്നായി അതിൻ്റെ അകത്ത് ജോസിയേട്ടനും അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഭരണസമിതി അംഗങ്ങളും അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സിജനത്തിനാണ്. അപ്പൊ ഈ അവസരത്തില് എന്റെ കാർമൽ കോളേജ് സ്കൂളിന്റെ PT സർ എന്ന നിലകളിലെല്ലാം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ MB തോമസ് സാറും നന്ദി അറിയിച്ചുകൊണ്ട് കാർമൽ സ്പോർട്സ് സെന്ററിന്റെ അധ്യക്ഷൻ ശ്രീ ജോസ് വേമ്പലിക്കുന്ന് പ്രസിഡന്റ് അദ്ദേഹത്തെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ അഭ്യുതകാംക്ഷിയുമായ പ്രിയങ്കരനായ റവറൻ ഫാദർ സിജൻ പോൾ കുന്നുകല്ല്, ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി ജോസ്, വൈസ് പ്രസിഡന്റ് ശ്രീ ടോമി കനട്ടമാക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ജോസി ജോളി, വാർഡ് മെമ്പർ ശ്രീ സുധാകരൻ, പ്രിയപ്പെട്ട ശ്രീ ജോസ് മാത്യു കൊട്ടുപള്ളി, ശ്രീ ജോസ് വർഗീസ്, ശ്രീ ടോമി ജോൺ കളമ്പാട്ടുപറമ്പിൽ, നോബൽ ജോൺ, രാജു ജോസഫ്, റൂബി തോമസ്, നൈസി ടോമി, ഏറ്റവും പ്രിയപ്പെട്ട ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ അംഗങ്ങളെ, പ്രിയമുള്ള കായിക താരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പുതുതായി ത്രിതല പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്ന സാരഥികളെ ആദ്യമായി ആദരിക്കുവാൻ ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന് കഴിഞ്ഞു എന്ന് അഭിമാനാർഹമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ ഈ മേഖലയിൽ ഇവിടെ സെക്രട്ടറി ശ്രീ തോമസ് സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ സജീവമായി സ്പോർട്സിലും അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങളിലും ഈ കാർമൽ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട് സജീവമായി പ്രവർത്തിക്കാൻ
കഴിയുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ കാര്യമാണ്. അതുപോലെ തന്നെ ഉയർന്നു വരുന്ന ഈ മേഖലയിൽ കഴിവ് തെളിയിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും അവരെ അവരുടേതായ രീതിയിൽ ആദരിക്കുന്നതിനും അവർക്ക് എത്രത്തോളം വളരുവാൻ സാധിക്കുമോ അതിനൊക്കെ ഈ ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന്റെ എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടാണ് ഈ സെന്റർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സെക്രട്ടറി തോമസ് ഈ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. 2000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാർമൽ പബ്ലിക് സ്കൂൾ. ഓരം ചേർന്നുകൊണ്ട് ഈ ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ എനിക്ക് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി പോകേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഇതിന്റെ ഓരം ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് ഈ സ്പോർട്സ് സെന്ററിന്റെ ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അംഗങ്ങൾ എല്ലാവരും ഈ സ്ഥാപനം വളർന്ന് ഈ നാടിന് അഭിമാനാർഹമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അഭിമാനമായി മാറണം എന്ന ഒരു വലിയ അഭിപ്രായത്തോടു കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും കാർമൽ മൊണാസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രിയകരനായ ഉല്ലാസ് തോമസ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ചു വന്ന് ആദ്യമായി നമ്മളാണ് ഒരു നിവേദനം, ഒത്തിരി പേര് കൊടുത്തു കാണും, എന്നാലും നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായി ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന് വേണ്ടിയിട്ട് ഒരു നിവേദനം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫിറ്റ്നസ് സെന്റർ ഇവിടെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം നമ്മൾ നൽകുന്നുണ്ട്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ കായിക പ്രേമികൾക്കും ഏറ്റവും അനിവാര്യമായ ആ ഫിറ്റ്നസ് സെന്റർ അനുവദിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഒരു നല്ല കൈയടി അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ പരിപാടിയിൽ എല്ലാവരും നമ്മൾ ക്ഷണിച്ച മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട് വലിയ നേട്ടങ്ങൾ പോയും അതിന് ഇവര് എല്ലാവരും ഇതൊരു ഉത്തേജക ഔഷധമായി ഇവർക്ക് തീരട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ ഫിറ്റ്നസ് നമുക്ക് ആവശ്യമാണ്. അതിനുള്ള സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ശ്രീ ജോസ് ബെന്തിരിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അസിസ്റ്റന്റ് പോൾ കുന്നുകല്ല് പ്രിൻസിപ്പൽ കാർമൽ CMI പബ്ലിക് സ്കൂൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, ആദ്യമായി തന്നെ ഈ നാടിന്റെ പേരില്, ഈ സ്ഥാപനത്തിന്റെ പേരില്, കാർമൽ മൊണാസ്ട്രിയുടെ പേരിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പുതിയ ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും വിജയങ്ങളും ആശംസിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെയും കുറിച്ച് ദീർഘനേരം സംസാരിക്കാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അതിന് പോകുന്നില്ല. എല്ലാവർക്കും പ്രത്യേകം വിജയാശംസകൾ നേരുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുക. വാഴക്കുളം നമുക്കറിയാം ലോക പ്രശസ്തരായ വോളിബോൾ കളിക്കാരുടെ കേന്ദ്രമാണ്. ആ സ്ഥലത്തു നിന്ന് ഇന്ന് നമ്മൾ വളരെയേറെ ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ നാഷണൽ CBSE മീറ്റില് ഇന്ത്യയിലെ തന്നെ 3ാമത്തെ സ്ഥാനത്തേക്ക് വാഴക്കുളം കേന്ദ്രമാക്കിയുള്ള കുട്ടികൾ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ 1400-ലേറെ CBSE സ്കൂളുകൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അത്ലറ്റിക്സ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത സംസ്ഥാനത്തെ 1ാം സ്ഥാനം നേടുന്നതിനായിട്ട് വാഴക്കുളംകാർക്ക് സാധിച്ചു എന്നുള്ളതും വളരെ വലിയൊരു നേട്ടമാണ്. അതിന് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ എന്ന പേരിൽ ഇവിടെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ഈ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ എല്ലാ നേതാക്കന്മാരും അതിലെ അംഗങ്ങളാണ്. ഈ കായിക രംഗത്തുള്ള പ്രോത്സാഹനത്തിന് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രാവൻകൂർ സ്പോർട്സ് ക്ലബിന്റെ
എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ വാഴക്കുളത്തിന്റെ പേര് ഇവിടെയുള്ള കുട്ടികളും ആളുകളും ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തത്തക്ക രീതിയിൽ വളരുവാനായിട്ടുള്ള അവസരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിനുള്ള പല സ്റ്റെപ്പുകളും ഓൾറെഡി അവർ എടുത്തിട്ടുണ്ട്. ഇനിയും അക്കാര്യത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം ഒത്തൊരുമയോടുകൂടി നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യവും ഫിറ്റ്നസും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും നല്ല പ്രകടനങ്ങൾ, ലോക നിലവാരമുള്ള പ്രകടനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇടയാകും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എന്ന് അവർക്ക് ആശംസകൾ അർപ്പിച്ചു. ഞങ്ങളോട് അവർക്കുള്ള നിങ്ങളുടെ കരുതൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉപകാരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും പൊന്നാട് അണിയിച്ച് ഉപഹാരം നൽകുകയാണ്. അത് സദയം ഏറ്റുവാങ്ങുവാനായിട്ട് ജനപ്രതികളായി എത്തിച്ചതെങ്കിൽ എല്ലാവരും തയ്യാറാകും വന്നിട്ടുണ്ട്. ഞങ്ങൾ തരികയാണ്. ആദ്യമായി ശ്രീ ഉല്ലാ തോമസ് സർ, പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അദ്ദേഹത്തിന് ഞങ്ങളുടെ ചെറിയ ഉപഹാരം നൽകുകയുമാണ്. അതുപോലെ തന്നെ ശ്രീ അഡ്വക്കേറ്റ് പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ സാറിന് പൊന്നാടി അണിയിക്കുകയും മെമ്മോ നൽകുകയും ചെയ്യുകയാണ്. അടുത്തതായിട്ട് വൈസ് പ്രസിഡന്റ് തോമസ് പ്രസിഡന്റ് പൊന്നാടി അണിയിക്കുന്നു. ജോസഫ് പ്രസിഡന്റ് ഉപഹാരം നൽകുകയാണ്. ശ്രീമതി ആൻസി ജോസ്, പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ഞുറോട്ടം. ശ്രീ നോബിൾ ജോൺ, പ്ലീസ് പൊന്നാടി. തനിത്തമാക്കൽ വൈസ് പ്രസിഡന്റ്, ചരിത്ര മുഹൂർത്തമാണ്. താമസ് സ്പോർട്സിന്റെ അധ്യക്ഷൻ ശ്രീ ജോസ് വിളിക്കുന്നതിൽ ഉപഹാരം സമർപ്പിക്കുന്നു. താങ്ക് യു. ശ്രീമതി ജോസി ജോളി, മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. താമസ് സ്പോർട്സ് സെന്ററിന്റെ അധ്യക്ഷൻ അടുത്തായിട്ട് നമുക്ക് ശ്രീ ബിജു തോട്ട് എത്തിയിട്ടില്ല, അദ്ദേഹം വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ശ്രീ സുധാകരൻ, നമ്മുടെ വാർഡ് മെമ്പറാണ്, ഗ്രാമപഞ്ചായത്ത് മണ്ഡലം തോമസ്. അവസരമായി ശ്രീ ജോസ് മാർക്കിക്കോട്ട് ലീഗിലെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത് അദ്ദേഹത്തെ ശ്രീ തോമസ് സാർ, ബഹുമാനപ്പെട്ട ഫാദർ സിജൻ ഊന്നുകളിൽ ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീമതി നൈസി ടോമി പൊന്നാടിയിരിക്കുന്നു. ഫാദർ സിജൻ ഊന്നുകളിൽ ഉപഹാരം സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പേരിൽ മുഴുവൻ പേരിലുള്ള നിവേദനം അദ്ദേഹം സമർപ്പിക്കുകയും അദ്ദേഹം എന്തായാലും അടുത്ത പദ്ധതികൾ തയ്യാറാക്കുമെന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ ഞങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി നമ്മളെ ആദരിച്ച, നമ്മൾ സ്നേഹിച്ച നമ്മുടെ ജനപ്രതിനിധികളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പ്രസംഗത്തിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സർ, സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയങ്കരനായ ശ്രീ ജോസ് പെരുമ്പള്ളിക്കുന്ന്, എന്റെ ഒപ്പം മത്സരിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുകയും ചെയ്യുന്ന ശ്രീ ടോമി തന്നത്താമാക്കിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജോസി ജോളി, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ജോസ് മാത്യു കുട്ടപ്പള്ളി ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് നോബിൾ ജോൺ, ശ്രീ രാജു ജോസഫ്, ശ്രീമതി പ്രിയങ്കരനായ ശ്രീ എം ബി തോമസ് സാർ,
വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുവാനായിട്ട്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഏതാണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് വാഴക്കുളത്ത് നമ്മുടെ കാർമൽ സ്കൂളിനോട് ചേർന്ന് തന്നെ നമ്മുടെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങളും അതുപോലെ പ്രോത്സാഹനം ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ചെറുപ്പക്കാർ എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ജോസിയേട്ടനൊന്നും വലിയ പ്രായമുള്ള ആളൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ചേർന്ന് അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. അത് അത്രമാത്രം കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഈ 2020 എത്തി നിൽക്കുമ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അധ്യക്ഷനും അതുപോലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛനും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനും അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതിനും ഒട്ടേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. വളർച്ചയ്ക്ക് മുതൽക്കോൽ ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 5 മണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജോസിയേട്ടൻ ഇവിടെ ഒരു നിവേദനം ഇവിടെ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ കാലാവധി ഒന്നും ഞാൻ ഇപ്പൊ ഈ അവസരത്തിൽ പറയുന്നില്ല. കാരണം ഏതായാലും ഒരു കാര്യം ഞാൻ കാലാവധിയാണ് എനിക്കുള്ളത്. ആ കാലാവധിക്കുള്ളിൽ ഞാൻ ഈ പറയുന്ന ഫിറ്റ്നസ് സെന്റർ അല്ല 1 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വാക്ക് പറഞ്ഞ ആ വാക്ക് നമ്മൾക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അപ്പം ഞാൻ ചെയ്യില്ല എന്നല്ല, 1 വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയ 1 വർഷത്തിനുള്ളിലല്ല. ഞാൻ ജോസിയേട്ടനായിട്ട് ഇതിന് തൊട്ട് മുമ്പ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ചിലപ്പോൾ 1 വർഷം ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് മാർച്ചിന് മുമ്പ് തന്നെ നടത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ വളരെ അനുഭാവപൂർവ്വം തന്നെ ഈ കാര്യം എൻ്റെ പ്രഥമ പരിഗണനയിൽ തന്നെ ഉണ്ടാവും. അത് വരിക എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വാഴക്കൺകാർ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇത് സാധ്യമാകട്ടെ. ഞാൻ ജോസിയേട്ടനോട് പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഏതായാലും നമുക്ക് ഈ പദ്ധതി നമുക്ക് ഇവിടെ നടപ്പിലാക്കണം. അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. എന്നെ ഈ യോഗത്തിലേക്ക് വിളിക്കുകയും എനിക്കിവിടെ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണത്തിനൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നാളുകളിൽ ഈ പ്രദേശത്തിന്റെ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിപ്പം എല്ലാ തരത്തിലും നമുക്കറിയാം. നമ്മുടെ ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ എവിടെ പോയാലും വാഴക്കുളം എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന വാക്കെന്ന് പറയുന്ന പൈനാപ്പിളിന്റെ നാട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ പൈനാപ്പിളിന്റെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ പൈനാപ്പിളിന്റെ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമെന്ന് മാത്രം ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ യോഗത്തിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്. ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മളോട് കാണിച്ച സ്നേഹവും കരുതലിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കർമ്മം കൂടി ചെയ്യുവാനുണ്ട്. ഞങ്ങളുടെ ID കാർഡ് അംഗങ്ങൾക്കായിട്ട് ഈ വർഷം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവായി മുഴുവൻ പേർക്ക് കൊടുക്കേണ്ട അത്യാവശ്യം 2-3 പേർക്ക് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് തരുവാനായിട്ട് അദ്ദേഹത്തോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമതി നൈസി ടോം, ശ്രീമതി ജെസി ബെന്നി, പ്ലീസ് അതേപോലെ കളക്ട് ചെയ്ത് കൊണ്ടുപോകണം. താങ്ക് യു മുല്ല സർ. മീറ്റിംഗ് തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പോർട്സ് ക്ലബിന്റെ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച കാര്യം ഓർക്കുക. എനിക്ക് ദൈവം അനുഗ്രഹിച്ചൊരു പെൻഷനുണ്ട്, എൻ്റെ വൈഫിനൊരു ജോലിയുണ്ട്, എനിക്കിങ്ങനെ ഒരു കുട്ടിയെ നോക്കാൻ സെർവൻറ്റുമുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ലെന്നേ ഉള്ളൂ. പാവപ്പെട്ട വീട്ടില്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നൊരു വീട്ടില് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആ കുട്ടിക്ക് വേണ്ടി വീട്ടിൽ കാവലിരിക്കണം. നമുക്കാരെയും
നമ്മുടെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റാത്ത കാലം. ഞാൻ എൻ്റെ മകനെ ആരെ ഏൽപ്പിക്കാറില്ല. ഉപയോഗത്തിൻ്റെ കാലമാണ്. സംസാരശേഷി കൂടി ഇല്ലെങ്കിൽ ഈ മക്കളോട് ആരെങ്ങനെ പെരുമാറുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. ഈ ഓട്ടിസം ബാധിച്ച മകനുണ്ടായപ്പോൾ ഞാൻ ഇവനെ ആദ്യം ഓർത്ത് ഞാനൊന്ന് പകച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ഇവനെ പാമ്പാടിൽ ഇങ്ങനെയുള്ള മക്കളെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ വിചാരിച്ചവൻ അവിടെ കുറെ പണം കൊടുത്ത് അവനെ എന്നേക്കുമായി ആക്കിയേക്കാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞു. ഞാനിപ്പോഴും നിങ്ങൾ തിരക്കില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ചുരുക്കാം. അപ്പൊ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ഉച്ചവരെ ഞങ്ങൾ പിന്നാലെ നടന്നു. അവന് ശരിക്കും മനസ്സിലായി എന്നായിരുന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പാ ഞങ്ങൾ അവനെ ഒഴിവാക്കുകയായിരുന്ന പുള്ളിക്ക് എന്തോ ബോധ്യമായി. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് പുള്ളി പതുക്കെ ചിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അന്ന് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാരണവശാലും ഇവനെ ഒരിടത്തും കൊണ്ടുപോയാക്കില്ല, ഞങ്ങളുടെ കൂടെ തന്നെ അവൻ നിൽക്കുമെന്ന്. ശ്രീ പി ജെ ജോസഫ് സാറിന് ഇങ്ങനെ ഒരു മോനുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് ആ മോൻ മരിച്ചു. അവർക്ക് സന്തോഷിക്കാം, കാരണം അവർ ജീവിച്ചിരിക്കുകയും മകൻ മരിച്ചു. ഞാൻ ഈ കാരണന്മാരുടെ മീറ്റിങ്ങിനായിട്ട് കുമളിയിലൊക്കെ ഇന്നാൾ കുമളി ചെന്നപ്പോൾ അവിടെ പഞ്ചായത്തിലെ ഒരു ലേഡി എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, സാറേ ഒരാഗ്രഹമേ ഉള്ളൂ, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊച്ചും മരിക്കണം. എല്ലാവർക്കും അതേ പറയാനുള്ളൂ, തങ്ങളുടെ കൂടെ തങ്ങളുടെ ഈ ഭിന്നശേഷിക്കാരനായ കൊച്ചും മരിക്കണം. നിറഞ്ഞ ഡോക്ടർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സാർ, ശ്രീ ടോമി തെൻതാമയ്ക്കൽ വൈസ് പ്രസിഡന്റ്, മറ്റാദരണീയരായ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ, 2 മിനിറ്റ് സമയം വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള ഈ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട കായിക താരങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ത്രിതല പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച ഞങ്ങൾക്ക് നൽകിയ സ്നേഹോഷ്മളമായ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ തന്നെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വാഴക്കുളത്തിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന കാർമൽ സ്കൂളിലെ പ്രിൻസിപ്പൽ അച്ഛനോട് ചേർന്നുകൊണ്ട് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന PT അധ്യാപകനായ തോമസ് സാറ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ട്രാവൻകൂർ സ്പോർട്സ് സെന്റർ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സ്പോർട്സ് സെന്ററിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അവർക്ക് സ്വന്തമായ ഒരു ഓഫീസും അതുപോലെ തന്നെ ഒരു ഫിറ്റ്നസ് സെന്ററുമാണ്. അതിനുവേണ്ട പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് വാഗ്ദാനമെല്ലാം നൽകി മുന്നോട്ട് പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കാവുന്ന എന്ത് സഹായ സഹകരണങ്ങളും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഏത് സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങളുടെ മെമ്പർമാരുണ്ട്, ഈ സദസ്സിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന എന്ത് പ്രവർത്തനങ്ങളും ഈ സെന്ററിന്റെ, ഈ സ്പോർട്സ് സെന്ററിന്റെ ഉന്നതിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുമെന്ന് ഈ അവസരത്തിൽ വാഗ്ദാനം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓട്ടക്കാരനായി തെരഞ്ഞെടുത്ത കുട്ടിയുടെ പേര് കരാട്ട നാഷണൽ മെഡലിസ്റ്റായ മാസ്റ്റർ അഭയകൃഷ്ണൻ KGക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇത്തരുണത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ട്രാവൻകൂർ സ്പോർട്സ് സെന്ററിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം വീട്ടുമുറ്റത്തുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിന് മേലുള്ള കരുതലിന് ശ്രീമതി ആൻസി ജോസ് മാഡത്തിന് ഒത്തിരി നന്ദി. അടുത്തതായി അധ്യക്ഷന്റെ അനുമതിയോടെ സമയ ദൈർഘ്യം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് മറ്റു ആശംസകൾ നേടണമെന്ന് അറിയിക്കുകയാണ്. ശ്രീ ടോമി തനട്ടാമാക്കൽ, ഉപാധ്യക്ഷൻ, ഗ്രാമപഞ്ചായത്ത് മഞ്ഞളൂർ.
ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഞാൻ കൂടുതലായി അതിൽ കിടക്കുന്നില്ല, ഏറ്റവും ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ട്രാവൻകൂറിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, സെക്രട്ടറി ശ്രീ തോമസ് സാർ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കായിക പ്രതിഭകളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സുദിനം നമ്മൾ പങ്കിടുന്നത്. നമ്മുടെ ഈ ട്രാവൻകൂർ സ്പോർട്സ് സെൻ്ററിൽ നിന്ന് തന്നെ ഏറ്റവും അധികം കൂടുതൽ പ്രോത്സാഹനം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണിന്ന് ഇന്ത്യയിലെ തന്നെ നോക്കുമ്പോൾ. വളരെ സ്പീഡിൽ ഓടി എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ നേട്ടങ്ങൾ കൊയ്ത കുട്ടികളോടൊപ്പമാണ് നമ്മളിരിക്കുന്നത്. അത് നമുക്കറിയാം, ഇവിടെ ഈ ട്രാവൻകൂർ സ്പോർട്സ് സെൻ്ററിന് വേണ്ടി ആദ്യകാലങ്ങളിൽ തന്നെ ഇതിൻ്റെ യോഗങ്ങൾ കൂടുമ്പോൾ തന്നെ വളരെ ശ്രദ്ധാപൂർവം നമുക്കറിയാം അച്ഛൻ്റെ ഏറ്റവും സഹകരണങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്കറിയാം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നമ്മുടെ സെക്രട്ടറി, നമ്മുടെ തോമസ് സാറാണ്. ഏത് കാര്യം നമ്മൾ പറയേണ്ട അതിനു മുന്നും അത് ചെയ്തു കഴിഞ്ഞിട്ട് അനുവാദം വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് എത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ട് പോകുന്ന ഒരു തോമസ് സാർ നമുക്ക് സെക്രട്ടറി ആയിട്ടുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളും അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ജോസേട്ടൻ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എത്താവുന്ന തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം. നമുക്കറിയാം, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കായിക താരങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ഗ്രൗണ്ട് നല്ല രീതിയിൽ ഇൻ്റർനാഷണൽ ഗ്രൗണ്ടിൻ്റെ മാതൃകയിൽ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമഫലങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റും ട്രാവൻകൂറിൻ്റെ വൈസ് പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് അംഗങ്ങളുമൊക്കെ എല്ലാ മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ നയിച്ചു കൊണ്ടുപോയി ധാരാളം മെമ്പേഴ്സിനെ നമുക്ക് ആക്കിയെടുക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപടി കടമ്പകൾ കടന്ന് നമ്മളിപ്പോൾ ഇവിടെ ഫിറ്റ്നസ് ഒരു സംവിധാനം, അത് ഒരു ബോഡി ജിമ്മ്, അതിനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് നമ്മൾ അതിനുള്ള മെമ്മോറാണ്ടം തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇതിനെല്ലാം ഭംഗിയായി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടായി ഈ സ്ഥാപനം മാറുന്നതിനും അതുപോലെ ഇവിടത്തെയുള്ള യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇതിൻ്റെ സംഘാടകരുടെ ഉദ്ദേശവും. പ്രസിഡന്റ് വളരെ നന്നായിട്ട് നേതൃത്വം കൊടുത്തു പോകുന്നതുകൊണ്ട് നന്നായി പോകും. എല്ലാവരും ഒറ്റക്കെട്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്. എല്ലാത്തിനും ട്രാവൻകൂർ സ്പോർട്സ് സെൻ്ററിൻ്റെ എല്ലാവിധ വിജയത്തിനു വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്നിവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ട്രാവൻകൂർ സെൻ്ററിൻ്റെ ോടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോയിന്റ് സെക്രട്ടറി കൂടിയായ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായ ശ്രീ ടോമി തണ്ടമാക്കിൽ ചോളി, മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മൂവാറ്റുപുഴ, നമ്മുടെ വാക്ക് സംസാരിക്കും. ഏറെ സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ട്രാവൻകൂർ സ്പോർട്സ് സെൻ്റർ ഞങ്ങളെ പരിഗണിച്ചതിനും ഞങ്ങളെ അനുമോദിച്ചതിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജനം നൽകിയ ഈ അംഗീകാരം ഞങ്ങളുടെ പ്രവർത്തന വഴികളിൽ നാടിന് ഉതകുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് വ്യക്തിപരമായി ഞാൻ ഉറപ്പു തരികയും ചെയ്യുന്നു. ഇവിടെ വളരെ ആകാംക്ഷയോടുകൂടി പറഞ്ഞ ഒരാവശ്യമുണ്ട്, ഒരു ഫിറ്റ്നസ് സെൻ്ററിനെ കുറിച്ച്. അക്കാര്യം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന പാർക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിറയുടെ കരയിൽ. ആ പാർക്കിൻ്റെ പണി എന്ന് പണി തീരുന്നുവോ, അത് അധികം താമസിക്കില്ല. അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് ചെയ്തത്. അതിനുള്ള പണം PWDക്ക് വകുപ്പ് കൈമാറുകയും ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനം ഓൺലൈനായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പണി പൂർത്തീകരിച്ച ഉടനെ തന്നെ
ആരോഗ്യ വകുപ്പിൽ നിന്ന് പേഴ്സണലായി പ്രസിഡന്റ്ഷിപ്പ് കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ട് ഞാൻ ഇടപെടുകയും ഒരു ഫിറ്റ്നസ് സെന്ററിൽ നമുക്ക് അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് പണി തീർന്നു കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള അത് ലോക്കിട്ട് ചെയ്താൽ മതി, അധികം താമസം വരില്ല. ഓപ്പൺ ജിം എന്നാണ് പറഞ്ഞത്. ഹെൽത്ത് സെന്ററിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുള്ള 2 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ആ പാർക്കിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ഈ മഞ്ഞള്ളൂരിന് കിട്ടും. അത് കിട്ടിക്കോട്ടെ നല്ലത്. കൂടെ നമുക്ക് ഇനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇടപെടുമ്പോൾ കൂടുതൽ കിട്ടുമ്പോൾ നാടിന് കൂടുതൽ കരുത്താവും. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത്രയും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒന്ന് പുഷപ്പ് ചെയ്യണം. കാരണം ഈ വാസ്തികൾ വരുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഒന്ന് പുഷ് ചെയ്താൽ, ഞാനത് ബഹുമാനിയായ പ്രസിഡന്റിനോട് ഇടയ്ക്ക് സൂചിപ്പിച്ചോളാം, നമുക്ക് അത് ഈ നാടിന് കൊണ്ടുവരാനായിട്ട് കഴിയും. കഴിഞ്ഞ ഈ കോവിഡ് കാലത്ത് 24 സംസ്ഥാനങ്ങൾ പങ്കെടുത്ത ഓൺലൈൻ കഥാ ചാമ്പ്യൻഷിപ്പിൽ മെഡലും വാങ്ങി അവാർഡും ഈ കൊച്ചുമടുക്കൽ വാങ്ങുകയുണ്ടായി. ആർട്സ് കോളേജിലെ MA കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥി കൂടിയാണ്. 1ാം ക്ലാസ് മുതൽ തുടങ്ങിയ പഠനം 12ാം ക്ലാസ് പഠനത്തിലേക്ക് എത്തിയ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് അച്ഛനിൽ നിന്ന് ആ ക്യാഷ് അവാർഡ് നൽകുകയാണ്. അടുത്തതായി ആർട്സിയുടെ കോച്ച് റെമ്യൂണറേഷൻ നൽകുന്നു ശ്രീ രാജേഷ് രാജേന്ദ്രൻ. കഴിഞ്ഞ 2-3 മാസക്കാലം ഈ പശ്ചാത്തലത്തില് യാതൊരു പ്രതിഫലവും വാങ്ങാതെ സൗജന്യമായി കുട്ടികളെ ആർച്ചറി പരിശീലിപ്പിച്ച ശ്രീ രാജേഷിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. ഈ ഗ്രാജുവേഷൻ സ്റ്റുഡന്റാണ് പുൽപ്പള്ളി കോളേജ്. നന്ദി. നമ്മുടെ അവസാന ഭാഗത്തേക്ക് എടുക്കാൻ എല്ലാവർക്കും ഇരിക്കാം. ഈ യോഗത്തിന്റെ അവസാന ഭാഗം നന്ദി പറയുക എന്നുള്ള കടമയാണ്. അതിലേക്ക് അഡ്വക്കേറ്റ് സ്പോർട്സ് സെന്ററിന്റെ പ്രസിഡന്റായ ശ്രീ ജോസ് തിരുവള്ളിക്കുന്ന്, പ്രിയങ്കരനായ ഈ സ്കൂളിൽ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരനായ വ്യക്തിത്വങ്ങൾ, 6 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഈ കാർമൽ മോണാസ്ട്രിയിലെ പ്രിയങ്കരായ അച്ഛന്മാര്, നാട്ടിലെ പ്രമുഖരായ വ്യക്തികള് എല്ലാം ചേർന്ന് രൂപം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതം മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് വളരാനും പടരാനും അവസരമൊരുക്കി തരുന്നത് ഈ കാർമൽ CMI സ്കൂളും അതിന്റെ മാനേജ്മെന്റുമാണ്. നമുക്ക് തരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കായിക രംഗത്ത് പ്രോത്സാഹനം നൽകി എല്ലാം മുന്നോട്ട്. തുടർന്ന് എല്ലാവരും നമ്മൾ ചായ സൽക്കാരമുണ്ട്, അത് എല്ലാവരും കഴിച്ചേ പോകാവൂ എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. जनगणमनाधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उत्कल जलज गंगा तव शुभ नामे जागे तव शुभ आशीष माने गाने तव जय गाथा जगत मंगलदायक जय हे भारत भाग्य विधाता